ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ ഇതേപോലെ പിള്ളേരായാലും ആരായാലും ഇങ്ങനെ പറയും ഡ്രസ്സ് കളർ വേറെ എടുക്കായിരുന്നു, ഡാർക്ക് സ്കിന്നിന് ഈ കളർ ചേരൂല. എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് ശരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെയാണ് സിനിമ. നിങ്ങളെന്താ കുട്ടീനെ പണിയെടുപ്പിച്ചിട്ട് തിന്നാണോ എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഏറ്റവും എൻ്റെ മനസ്സിലാഴത്തിൽ വന്ന് വെളുക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചാലോ അത് അനുഭവിച്ച ആ വ്യക്തിയാണ് അതിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ. സോ ദാറ്റ് ഇസ് ഒരു റെയർ സ്പെഷ്യാലിറ്റി. അതുവരെ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇനിയും ഇതേപോലെ കളിയാക്കൽ ഏത് വഴിയാണെങ്കിലും. വരവ് അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ വരുന്നു. ഇപ്പം രണ്ടാമത് എൻ്റർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങാത്ത വീടുകളായിരുന്നു. അന്ന് എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം. കളിയാക്കാൻ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടായി കളിയാക്കാൻ. അവരെ കൊണ്ട് കൈയടിപ്പിക്കണം നമുക്ക്. ഇപ്പൊ തന്നെ അടിക്കല് തുടങ്ങിയല്ലേ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 4 അതിഥികൾ. 4 പേർക്കും സ്വാഗതം. നമസ്കാരം. എനിക്ക് ഈ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒരു ജീവിതത്തിൽ പല പ്രതിസന്ധി നേരിട്ട ആളുകളുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ജീവിത കഥകൾ പല രീതിക്കും വന്നിട്ട്, പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതം ഏതൊക്കെ ട്രാക്കിലൂടെ പോയി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. ആ കുട്ടി ഒരു സിനിമയിൽ വന്ന് ഞാനാണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമ കുരുപ്പാപ്പ. ഈ കഥ കേട്ടപ്പോൾ വിനീത് എന്താണ് തോന്നിയത്? അത് തന്നെ, അതില് ഏറ്റവും എടുത്തു പറയേണ്ടത് തന്നയുടെ രക്ഷിതാക്കളുടെ ആ ഒരു 100% അവർക്കാണ് ആദ്യം ഒരു ഇങ്ങനെ ഒരു തോട്ട്. അവരോട് സംസാരിച്ചപ്പം പല പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും അറിയാലോ. ഒരു സിനിമ നിർമ്മിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ടു ഗെറ്റ് ദ ബെസ്റ്റ് പീപ്പിൾ, ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും ആ ക്യാരക്ടറിന് അനുയോജ്യമുള്ള ആൾക്കാരെ കിട്ടുക, അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം പോലെ ഒത്തുവരിക, അത് ഈ പടത്തിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓൺ എ പേഴ്സണൽ നോട്ട്, സ്ക്രിപ്റ്റ് വായിച്ചു ഡയറക്ടർ ജോഷി, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ആൻഡ് ജോഷി ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഓൾറെഡി 2-3 സിനിമകൾ ചെയ്ത എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡയറക്ടറാണ്. ആൻഡ് ഇതിൽ ശ്രീ ലാൽ ജോസിൻ്റെ ഒരു സൂപ്പർവിഷൻ ഓൾസോ ഇസ് ദെയർ. അപ്പം സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു. അങ്ങനെ എനിക്ക് ഒരു ദിവസം നൈറ്റ് ഷൂട്ടായിരുന്നു ഹൈദരാബാദിൽ. അപ്പം അന്ന് ഉച്ചയ്ക്ക് ശേഷം ഐ വാസ് ഫ്രീ. ഞാൻ ഒറ്റയടിക്ക് ഇരുന്ന് ഞാൻ വായിക്കായിരുന്നു. ആൻഡ് അത് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. ആ കഥയുടെ എലിമെൻ്റ് ആയാലും അതിലെ കഥാപാത്രങ്ങളായാലും അതിലെ സീക്വൻസസ്, സ്ക്രീൻ പ്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് വായിക്കുമ്പോൾ ഏകദേശം ആ പടത്തിൻ്റെ ഒരു ഗ്രാഫ് നമ്മുടെ മനസ്സിൽ വരും കഥാപാത്രത്തിന്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ നേരിട്ട് കണ്ടു. അപ്പോഴാണ് മിസ്റ്റർ ബഷീറിനെയും ജാസ്മിൻ, ബിസ്മിത്ത്, മോളെ ഞാനന്ന് കണ്ടിട്ടില്ല. അപ്പം അവരൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ അവർ ഭയങ്കര ഒരു ടീമായി മാറി. സോ അതിൻ്റെ ഭാഗമായി. അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു അഭിമാന മുഹൂർത്തം കൂടെ ഉണ്ട്. ഇത്തരം സിനിമയിലാവും. നമുക്ക് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലേ. വിനീതിൻ്റെ ഓരോ സിനിമകളും എല്ലാം ഒന്നിനൊന്നും പക്ഷേ ഇത്തരം സിനിമയിൽ നമ്മൾ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മളൊരു അഭിമാനത്തിൻ്റെ ഭാഗമാവുന്നത്. അതെ, അത് ആ സബ്ജക്റ്റിൻ്റെ ഒരു മേന്മ, പിന്നെ കഥാപാത്രം, ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു വളരെ അപൂർവമായ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ്. ഒന്ന് അതിൻ്റെ ഭാഷയായാലും, ഈവൻ വളരെ ഒരു സാധാരണ കുടുംബത്തിലെ ആൾക്കാരാണ് ഇവർ. അങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈൽ അതൊന്നും അല്ല. ഇവർ വളരെ ഒരു മിഡിൽ ക്ലാസ്. അതാണ് ഈ കഥയുടെ ആരംഭം. പിന്നെ അവർ ബിക്കം ഫ്ലറിഷ് ചെയ്ത് വരുന്നതാണ് ലേറ്റർ ഓൺ. സോ ആ ഒരു കഥാപാത്രം, അതും ഒരു തലശ്ശേരിക്കാരനായിട്ട്, ബിക്കോസ് ഇദ്ദേഹം തലശ്ശേരിക്കാരനാണ്, ബഷീർ പ്രൊഡ്യൂസർ. സോ ആ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്, മോളുടെ അച്ഛൻ്റെ. അപ്പോൾ ആ തലശ്ശേരിക്കാരെന്നുള്ള എലിമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട്, ബിക്കോസ് ഞാൻ തലശ്ശേരിക്കാരനാണ്. ആൻഡ് ഈ ഭാഷ ഒരുപാട് ആരാധിച്ച ഒരാളാണ് ഞാൻ. എസ്പെഷ്യലി നോർത്ത് മലബാർ മുസ്ലിം സ്ലാങ് ഉണ്ട്, ഭയങ്കര രസം അവരുടെ. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില കോൺവെർസേഷൻസ് ഉണ്ട്. അത് എനിക്കൊന്ന് പടങ്ങളിൽ അധികം വന്നിട്ടില്ല. നമുക്ക് തട്ടത്തിൻ മറിയത്തിലൊക്കെ അതിൻ്റെ ഒരു ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. ഇൻഫാക്ട് ഞാൻ വിനീത്തിനെ കാണുമ്പോൾ എപ്പോൾ ചോദിക്കും വിനീത് ശ്രീനിവാസൻ, ബിക്കോസ് നമ്മൾ രണ്ടാളും തലശ്ശേരിക്കാരാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ചോദിക്കും, വിനീത് നമുക്കൊരു നല്ല ഒരു ഒത്തൻറ്റിക് തലശ്ശേരി ഭാഷയിൽ ഒരു സിനിമ ചെയ്യണം എപ്പോഴെങ്കിലും.
അപ്പോൾ അത് കേട്ടാലെങ്കിൽ കുറേ മുമ്പ് ജസ്റ്റ് ബിക്കോസ് ശ്രീനേട്ടനും തലശ്ശേരിക്കാരനാണെങ്കിലും ശ്രീനേട്ടൻ്റെ ഭാഷയിൽ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആണ് ചില വാക്കുകൾ. അപ്പോൾ അത് ഞാൻ ശ്രീനേട്ടനോട് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഒരു റിഫൈൻഡ് മലയാളം വന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നു, ഡ്രാമാസിൽ. സോ അങ്ങനെ എൻ്റെ മലയാളം ഞാനത് മോഡിഫൈ ചെയ്ത് അങ്ങനെ ആയി എന്ന് അദ്ദേഹം പറയുന്നു. സോ അങ്ങനെ എനിക്ക് വീണ് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ് ഈ ജംഷി എന്നുള്ള ക്യാരക്ടർ. ബിക്കോസ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാനത് ആസ്വദിച്ച് ചെയ്തു. അത് ഓഫ്കോഴ്സ് പ്രേക്ഷകരും അതേപോലെ ആസ്വാദനം ഉണ്ടാവും. പിന്നെ ഒന്ന്, എൻ്റെ കരിയറിൽ വളരെ വ്യത്യസ്തമായി ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണർ, ഇതുവരെ ചെയ്യാത്ത പല മൊമെന്റ്സ് ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു സിനിമയിൽ പ്രേക്ഷകരാണ് വിധി അതെ, എഴുതുന്നത്. അതെ. തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുക്കുന്നു. മുക്തയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അന്നൊക്കെ ഞാൻ ചോദിച്ചു, മുക്ത എന്താണ് സിനിമ, മോളൊക്കെ സിനിമയിൽ എന്താണ് മുക്ത സിനിമയ്ക്ക് വരുന്നില്ലേ? അപ്പം കാത്തിരുന്ന ആ ഫലം ഈ സിനിമയിലേക്ക് എത്തിയല്ലേ? അതെ, ഇതിനു വേണ്ടി കാത്തിരുന്നു വേണ്ടി പറയാം. വേണമെങ്കിൽ പറയാം. അല്ല, നമ്മൾ അങ്ങനെ സിനിമ എന്ന് പറയേണ്ടത് സംഭവിക്കേണ്ടതല്ല ചേട്ടാ. നമുക്ക് അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ വന്നപ്പോൾ ആ കഥാപാത്രം ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പം അതുപോലെ നമ്മളൊരു റീ എൻട്രി ആണ് ഈ സിനിമ, ഒരു വിപ്പപ്പ എന്ന് പറയുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം. ആ വരവ് അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ വരുന്നു. ഇപ്പം രണ്ടാമത് എൻട്രി ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങാത്ത വീടുകളായിരുന്നത് അല്ലേ? അതെ, അച്ഛനും അമ്മയും കുറേ നാളുകൾ ഉറങ്ങിയില്ല ഈ വീട്ടില്. ആ വീട്ടിലേക്കാണ് വന്നത് അമ്മയായിട്ട്. അതെ. അന്ന് എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം. അത് അവരെ ഒരു പാരന്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കഥാപാത്രം ജാസ്മിൻ്റെയാണ്, അമ്മയുടെ കഥാപാത്രമാണ്. അപ്പം കുറച്ചുകൂടെ അമ്മ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന നിലയിലേക്ക് മാറ്റിയെടുത്ത് ഒരു അമ്മ എന്ന നിലയിലേക്ക് ചോദിക്കുകയാണ്. ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ അമ്മ അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? അത് മുക്തയിലേക്ക് വരുമ്പോൾ മുക്ത എന്തുമാത്രം പെർഫോമൻസ് ചെയ്തെന്ന് തിയേറ്ററിൽ പോയി പ്രഷർ കാണുമ്പോഴാണ് വിധി എഴുതുന്നത്. അത് ഇവരുമായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? ഒരുപാട് കാരണം ഓരോ സീൻ ചെയ്യുമ്പോഴും ജാസ്മിൻ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കാണുവാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ നേരത്തെയും പറഞ്ഞു, പല കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിച്ചാൽ അവരുടെ കണ്ണു നിറയും. കാരണം അവരത്രയും കുറേ ബുദ്ധിമുട്ടേറിയ കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ്, ഒരു സ്ട്രോങ് വൈഫാണ്. ഒരു കുഞ്ഞ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നീ കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പാരൻസ് വിചാരിച്ചാലേ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മോളെ വളർത്തിയത് കൊണ്ടാണ് ആ ഒരു ഫുൾ കോൺഫിഡൻസ്. കാരണം ജാസ്മിൻ ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു കണ്ടന്റാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അത് കുറേ കേട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജാസ്മിൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കുറേ അനുഭവിച്ചതാണ് മുക്ത എന്നൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാനാണെങ്കിൽ നന്നാക്കാൻ പറയും. കുറച്ചുകൂടെ ഞാൻ അന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മദർ ഇൻ ലോന്റെ അടുത്തൊക്കെ ഷൗട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ അന്ന് റിയാക്ട് ചെയ്തായിരുന്നു. അത് പറയുമ്പോൾ നമുക്കറിയാം അവരനുഭവിച്ച. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്താണോ അതാണ് ഞാൻ എക്സാക്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ വേദന നിന്ന് പോയത് മോളാണ് അല്ലേ? വീട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും അല്ലേ? ആ ഒരു സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന ഒരു അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണമല്ലോ സിനിമയും. അമ്മ ഈ പറഞ്ഞ ജാസ്മിൻ്റെ അടുത്താണ് കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ അതൊരു സിനിമയാവുന്നു അല്ലേ? അത് ജീവിതകഥ എഴുതുന്നു അല്ലേ? ആ പേന പിടിക്കുമ്പോൾ എത്ര തുള്ളിക്കണ്ണീര് വീണിട്ടുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? അത് മാത്രമേ ഉള്ളൂ. എഴുതിയത് മാഞ്ഞു പോകുന്ന കണ്ണുനീരായിരിക്കും വീണിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വീണ്ടും വീണ്ടും എഴുതേണ്ട വന്നു. അതെ അതെ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ ഇപ്പൊ അഭിമാനിക്കാം. മാർച്ച് 1-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകരും ഏറ്റെടുക്കാൻ പോവാണ്. ഏറ്റെടുക്കേണ്ട സിനിമയാണ്. അതൊക്കെ എന്റെയൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറി ഈ സിനിമ ഇപ്പൊ വിജയിപ്പിക്കുക എന്നുള്ളത്. ഒരു മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഇതൊക്കെ ഒരു ബാധ്യതയായി മാറുവാണ് ഇപ്പോൾ. ഇത്തരം കഥകൾ. എനിക്കും മോളുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ കുട്ടികൾ. അപ്പോൾ നമുക്ക് ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഒരു നിറത്തിന്റെ പേരിൽ അല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് അത് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഏജിൽ
അത് അവരുടെ കോൺഫിഡൻസിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇവൻ ത്രൂ ഇപ്പോൾ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഈ അച്ഛനും അമ്മയും ഇതിൻ്റെ പുറകിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. സിനിമ തീർന്നെങ്കിൽ അതിനൊക്കെ ചെറിയൊരു പാടൊന്നുമല്ല. അവൾ ഡെയിലി കാണുമല്ലേ, മോളിത് ഡെയിലി കാണുന്നുണ്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടും വിഷമങ്ങളും സന്തോഷവും എല്ലാം. ഈ മോള് നമ്മളുടെയൊക്കെ ആ ഒരു പ്രായത്തിലാണ് അവര് ചെയ്യുന്നുണ്ട്. ചില കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കും, ആ പപ്പയുണ്ടല്ലോ അമ്മയുണ്ടല്ലോ ചെയ്തോളൂല്ലോ. പക്ഷെ ഇവള് അത് ശരിക്കും അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അത് ഭയങ്കര മെച്യൂർഡാണ്. ഇവളുടെ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി അല്ല. ഇങ്ങനെ കാണാൻ പറയത്ത് എത്രയോ പേരുണ്ടല്ലോ പിന്നെ. തീർച്ചയായിട്ടും. അല്ല, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രോജക്റ്റിന് ഒരു വല്ലാത്തൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാം അതായത് സ്ഥലങ്ങളിലും സമയത്തും അത് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആർട്ടിസ്റ്റിൻ്റെ കാര്യമായാലും ടെക്നീഷ്യൻസ് ആയാലും ഇപ്പം വിപിൻ മോഹൻ സാറിനെ പോലത്തെ ഒരു ഇത്രയും പ്രഗത്ഭനായ ലെജൻഡറി സിനിമാറ്റോഗ്രാഫർ വന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്, അത് ജോഷിക്കും ഞങ്ങൾ ആക്ടേഴ്സിനും ഒരു ഭയങ്കര ഒരു ബൂസ്റ്റായിരുന്നു. അത് ഒരു മോറൽ സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ്, ഹീ ഈസ് ഗൈഡിങ് അസ്. ആൻഡ് ഗൈഡിങ് അസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വിഷ്വൽ ഇമ്പാക്ട് സിനിമയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ. അതെ അതെ അതെ. അദ്ദേഹം ബിക്കോസ് സത്യേട്ടൻ്റെ കൂടെയൊക്കെ എത്രയോ അസാധ്യം സിനിമകൾ ചെയ്ത ഒരു ലെജൻഡാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി, അദ്ദേഹം നമ്മളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന വിധം, നമ്മളുമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ പ്രായം മറന്ന് ഹീ ജസ്റ്റ് ജെൽസ് വിത്ത് അസ്. പിന്നെ ഒരു ഭയങ്കരമായിട്ട് ഇൻഫെക്ഷ്യസ് ഒരു എനർജി ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അത്ഭുതത്തോടെ നമ്മൾ നോക്കും. ഫിസിക്കലി അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വർക്ക് ടൈമിൽ അദ്ദേഹം മാജിക്കലി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു ഈ പടത്തിന് അങ്ങനെ കുറേ ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിന്. അത് എനിക്ക് തോന്നുന്നു ആ ഇന്റൻഷൻ ഇസ് വെരി ക്ലിയർ. ഇവരുടെ തന്നെ മനസ്സിൽ വളരെ ആഗ്രഹത്തോട് ഇത് ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത്. കാരണം അതിന് വേറെ കമേഴ്ഷ്യൽ ഇതൊന്നുമല്ല. ആ ഒരു കലാസൃഷ്ടി എങ്ങനെ കൊണ്ടുവരണം, എനിക്ക് തോന്നുന്നു അത്തരം ഒരു ജെന്യുവൻ പാഷൻ ഉള്ളിൽ ഉണ്ടാവുമ്പം എല്ലാം അതിൻ്റെതായ എല്ലാം ചേരും. അതെ, അങ്ങനെയാണ്. അത് അങ്ങനെ എല്ലാം ഒത്തുചേർന്നതാണിത്. അതുകൊണ്ട് തീർച്ചയായും ഒത്തുചേർന്ന് പ്രേക്ഷകരും അത് ആക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? ഇപ്പം ഭയങ്കര ഹാപ്പി അല്ലേ? അന്നൊക്കെ ഇങ്ങനെ അനുഭവിച്ചാലും ഇപ്പൊ സിനിമ ആവുമായിരുന്നു അല്ലേ? അങ്ങനെ ചിന്തിക്കുക. ആ ചിന്തയിലേക്ക് വരാൻ നമ്മൾ ഹാപ്പിയാണ് അല്ലേ? അനുഭവിച്ചതൊക്കെ വെറുതെ ഒരു സ്വപ്നം. മറവി എന്നൊരു സംഭവം ദൈവം തന്നില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ പറഞ്ഞേക്കുവാ ഇപ്പൊ. അതിപ്പോ അവള് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ചുമ്മാ എന്തിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരുന്ന് വെറുതെ എന്റെ പൊട്ടത്തിരുന്ന് അതിപ്പോ അവള് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ആയിന്ന് അല്ലേ? ഇപ്പൊ പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി നമ്മുടെ ജീവിതം തന്നെ പോകുമ്പോൾ അഭിനയിക്കാനൊക്കെ എളുപ്പമല്ലായിരുന്നു. ഓ എളുപ്പമായിരുന്നു. അല്ല ജീവിക്കുക. നാച്ചുറൽ പെർഫോമർ ആണ്. അതെ അതെ അതെ. ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെയല്ലേ, അപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ല, ഇത് പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും, സ്കൂളിൽ നിന്നും കുടുംബത്തിൽ നിന്ന് വരെ അല്ലേ? നമുക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്തുന്ന പിന്നെയും നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തുമ്പോഴല്ലേ ഏറ്റവും വേദന ഉണ്ടായത് മോളെ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ ഇതേപോലെ പിള്ളേരായാലും ആരായാലും ഇങ്ങനെ പറയും, ഡ്രസ്സ് കളർ വേറെ എടുക്കാമായിരുന്നു, ഈ കളർ ചേരുന്നില്ല, ഡാർക്ക് സ്കിന്നിന് ഈ കളർ ചേരൂല. പിന്നെ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇതേപോലെ കളിയാക്കിയിട്ടും നല്ല സ്നേഹത്തോടെയും പറയുന്നുണ്ട്, വെളുത്തിറങ്ങില്ലേ കറുത്തവും. അങ്ങനെ പലതും ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിഷമം. ഏറ്റവും കൂടുതൽ മോളെ വിഷമിപ്പിച്ച ഒരാളുടെ പേര് പറഞ്ഞ ആളുടെ പേര് പറയും. ഉമ്മ. ഉമ്മ ഉമ്മാടെ ഉമ്മ അല്ല അല്ല, അത് മോളുടെ ഉപ്പയുടെ ഉമ്മ. അപ്പൊ മൂത്ത മോന് നല്ല വെളുത്തിട്ടാ. അപ്പൊ ഏകദേശം കാണാനും ഉമ്മാനെ പോലെയാ, കുറച്ച് തടിച്ച് അങ്ങനെയൊക്കെയാ. അപ്പൊ ഇവള് ഒരു ദിവസം ഞങ്ങള് വീട്ടിൽ പോണ സമയത്ത് ഇവള് ഉമ്മാന്റെ അടുത്ത് ഓടിച്ചതപ്പോ ഉമ്മ പറഞ്ഞേ, നീ മാറി നിൽക്ക്, എനിക്ക് എൻ്റെ മോനെ ഇഷ്ടം, അവൻ എന്നെ പോലെ നല്ല വെളുത്ത് തൊടുത്തിട്ടാന്ന് പറഞ്ഞു. അത് ഇവക്ക് ഭയങ്കര, ഇവക്ക് നല്ല എല്ലാവർക്കും ഉമ്മ അത് ഇവള് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവളെക്കാൾ ഇഷ്ടം അവനെയാണ്, മോനെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അത് അവക്ക് ഭയങ്കര അന്ന് ഭയങ്കര വിഷമാക്കിയ ഒരു സംഭവമായിരുന്നത്. അല്ല, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും മോള് സ്കൂളിലെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, ഒന്നിലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടല്ലോ. ഈ എപ്പോഴും നിറത്തിന്റെ പേരിൽ തന്നെയായിരുന്നു മാറ്റി നിർത്തിയത്?
നിറം പിന്നെ മെലിഞ്ഞിട്ടാന്ന് പറയുന്നുണ്ട്. അത് വേറെ സൈഡ് മെലിഞ്ഞിട്ടാന്ന് ഇവിടെ ആൾക്കാർ ശരീരമില്ല നോക്കിയിരിക്കുക. അപ്പോഴാണ് ഇത് ഇക്കാക്ക് തടിച്ചിട്ടാണല്ലോ. അപ്പൊ അവന് എനിക്ക് തരാണ്ട് അവനാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ എന്നെ കാണുമ്പോ വീട്ടില് പട്ടിണിയാണോ അങ്ങനെയൊക്കെ അത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഏറ്റവും എൻ്റെ മനസ്സിലാഴത്തിൽ വന്ന് വെളുക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചാൽ അതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ? അത്രയും അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോ അങ്ങനെ ചെയ്യാനാ അപ്പൊ തോന്നി. അന്ന് ഉമ്മ കണ്ടില്ലെങ്കിലും ഇപ്പൊ വെളുത്തിരിക്കുമായിരുന്നു. അതെങ്ങനെയായിരുന്നു ഉമ്മ ആ ടൈം? എങ്ങനെയാണ് അത് നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ലോ, അത് ജീവിതകഥ. അത് സിനിമയെ കണ്ടാൽ മതി നിങ്ങൾ. അതെ, അത് കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തീർച്ചയായിട്ടും അത്തരം ഒന്നും പറയരുത് നമ്മൾ. പക്ഷേ ഹൈദരലി, സോറി ടു ഇന്ററപ്റ്റ് യു, ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെഴുതിയത് തന്നെ അതെ അതെ ഇവരുടെ സ്ക്രിപ്റ്റാണ്. ഞാൻ ശ്രീ ലാൽ ജോസ് ചെയ്യുന്നൊരു സൈക്കോളജിസ്റ്റിന്റെ ക്യാരക്ടർ, അയാൾ ഇതൊക്കെ ഈ കുട്ടീനെ കൗൺസിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ലാൽ ജോസ് അതിമനോഹരമായിട്ട് ചെയ്യുന്നത്. അതൊരു സാധാരണ ഡോക്ടർ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം വന്നേരം അതിന് വേറൊരു കളർ കൊടുത്തു, കുറച്ചൊരു എക്സെൻട്രിക് ആക്കി, ഒരു ചൂടനായി, കുറച്ച് നേരിട്ടുന്ന ടൈപ്പ് മനോഹരം അടിച്ചു. പക്ഷെ അയാൾ വളരെ ബ്യൂട്ടിഫുൾ ആ ക്യാരക്ടർ ചില പോയിന്റ്സ് ഈ മോളോട് പറയും. അതായത് സെൽഫ് കോൺഫിഡൻസ്, മറ്റേതൊന്നും ദാറ്റ്സ് ഓൾ എല്ലാം ഒരു വിലയും കൂടി കൽപ്പിക്കരുത് അങ്ങനത്തതിനൊന്നും. വിച്ച് ഇസ് സോ ട്രൂ. കളർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ഹി ടോക്സ് അബൌട്ട് ഡാർക്ക് സ്കിൻ്റെ ഗ്രേഡ്സിനെ പറ്റി പറയും. സോ സ്കിന്നിൻ്റെ കളറിലൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ശരിക്കില്ല അല്ല. ഡോക്ടർ ഉണ്ടായിട്ട് അങ്ങനെ ഈ മോൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവളുടെ കഴിവിനെ കുറിച്ച് അയാൾ ബോധവാനാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഇതിൽ, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത്തരം അതാണ് ആക്ച്വലി ഒരു ട്രാൻസ്ഫർമേഷൻ ഇൻ ഇവരുടെ ലൈഫ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റ് ഓൾസോ. സോ അത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദിസ്. ഇപ്പൊ നമ്മൾ ഇത്രയും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, വിഷമം ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അത് തിരിച്ച് ഡോണ്ട് റീവിസിറ്റ് ദാറ്റ്. അത് ഷീസ് ഓവർകം. അതിപ്പം ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു എന്തിനാണ് ഈശ്വര ഞാൻ അന്ന് അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചതെന്ന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു എന്നുള്ള തോട്ട്. ഒരു ബാലൻസ്ഡ് മൈൻഡിൽ ആ മോൾ എത്തണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഈ അച്ഛനമ്മമാരായാലും ഈ ഡോക്ടർ ചെയ്ത ഗൈഡൻസും ഇറ്റ്സ് ഓൾ ഡൺ വണ്ടേഴ്സ്. സോ അത് ഒരു കലാസൃഷ്ടിയായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ തലശ്ശേരിയിൽ നിന്നും പിന്നീട് കൊച്ചിയിലേക്ക് വരുവാണ്. തലശ്ശേരിയിൽ നിന്നല്ല, ആക്ച്വലി ഞങ്ങൾ നിലമ്പൂരാണ്. നമ്മൾ ഈ കഥ നടക്കുന്നൊക്കെ നിലമ്പൂരാ. ഹസ്ബൻഡ് തലശ്ശേരിയാണ്, പക്ഷെ ഞങ്ങൾ നിലമ്പൂരായിരുന്നു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മൾ എറണാകുളത്തേക്ക് താമസം മാറുന്നത്. കാരണം ഇവളുടെ ഡാൻസിന്റെ ആയാലും സിനിമയാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലത് എറണാകുളത്ത് വന്നിട്ടാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത് എറണാകുളത്തേക്ക്. ഇപ്പൊ എറണാകുളത്ത് വന്നിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഒരു 7-8 വർഷമായി. 8 വർഷമായി എറണാകുളത്ത് വന്നിട്ട്. ഈ 8 വർഷം എറണാകുളത്ത് വന്നതിന് ശേഷം എല്ലാം ഹാപ്പി ആയിട്ടല്ല പോകുന്നത്. പിന്നീട് എറണാകുളത്ത് വന്നതിന് ശേഷം മോള് പല ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോയി തുടങ്ങിയത്. റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തത് അങ്ങനെയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് തമിഴ് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തല്ലോ. അതൊക്കെ കൊണ്ടുപോകണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല, അത് ആദ്യം മുതൽ ഇവക്ക് നന്നായിട്ട് മോനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയത്. അന്ന് ഇവള് ചെറിയ കുട്ടിയാ, ഒരു 4-5 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് അവനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവള് കളിക്കും. കൂടുതലായിട്ട് ചെയ്യുന്നത് കണ്ടംപററി സ്റ്റൈല് ജിംനാസ്റ്റിക് ഒക്കെ, നല്ല മെയ് വഴക്കാ. അപ്പൊ അത് കണ്ടിട്ടാണ് മാസ്റ്റർ പറഞ്ഞു ഇവള് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇവളെ ഇങ്ങനെ ഈ ജിംനാസ്റ്റിക് പഠിപ്പിക്കാന്നുള്ളത്. അങ്ങനെ അത് പഠിപ്പിച്ചപ്പോൾ ഇവള് നന്നായിട്ട് ഒറ്റയടിക്കന്നെ ഇവള് പഠിക്കുന്നു ഇതാവുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇവക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. നിർബന്ധിച്ചൊന്നും ചെയ്യിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ പലരും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ കുട്ടീനെ കൊണ്ട് ഇത്രയും വലിയ, കാരണം ഇവള് റിങ്, റോപ്പ് അതുപോലെയൊക്കെയുള്ള ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്താ കുട്ടീനെ പണിയെടുപ്പിച്ചിട്ട് തിന്നാണോ എന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അവളുടെ ഒരു കഴിവായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആള്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പിന്നെ ഒരു എന്താ പറയുക റിയാലിറ്റി ഷോ പോലുള്ള ഇതിലൊക്കെ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ നിറം കുറവ്, നല്ല വെളുത്തിട്ടാണല്ലോ, ഇവളെന്താ ഇങ്ങനെയെന്നുള്ളത്. അപ്പം എനിക്കറിയാം കുറച്ചും കൂടെ അന്ന് ഇവള് ചെറിയ കുട്ടിയായതുകൊണ്ട് ഇവൾക്ക് വല്ലാതെ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് വലുതായി വരുമ്പോഴേക്ക് ഇവളെ ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം, കാരണം ഞാനിത് അനുഭവിച്ച ഒരാളായതുകൊണ്ട്.
അപ്പോൾ ഇവളെ ഒന്ന് മാനസികമായിട്ട് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനുള്ളൊരു പ്രിപ്പറേഷൻ, കാരണം ഇത് കേൾക്കേണ്ടി വരും, കേട്ട് കഴിഞ്ഞാൽ തളരരുത്. അപ്പോൾ ഇത് ആദ്യം തന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും പല അവസരങ്ങളിലും ഇവള് തളർന്നു പോയിട്ടുണ്ട്. കാരണം ഓരോ അവസരങ്ങൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഒപ്പനയെന്നൊക്കെ മാറ്റി നിർത്തുക, അതൊക്കെയാണ് ഇവളെ കൂടുതലായിട്ട് വിഷമിപ്പിച്ചത്. അപ്പം പിന്നെ ഇവൾക്ക് ഡാൻസും വേണ്ട എന്നുള്ളൊരവസ്ഥയിലെത്തി. ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഡാൻസിലേക്ക് കൂടുതൽ കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ട് പോലും ചില സമയങ്ങളിൽ ഡാൻസ് ഒന്നും വേണ്ട, ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വന്നായിരുന്നു മോള്. ഈ ഒപ്പനയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സ്കൂളിലെ സെലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുവാണ്. അതെ, ഇവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവക്ക് മീൻസ് മണവാട്ടിയായിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മണവാട്ടിയായിട്ട് ഞാൻ ഇരുന്നാല് ശരിയാവൂല എന്ന് പറഞ്ഞു. മെലിഞ്ഞ് നിറം കുറഞ്ഞ് അങ്ങനെ ഒരാളാണല്ലോ. അപ്പം നമ്മൾ സാധാരണ ഏത് കലോത്സവങ്ങളിലൊക്കെ കാണുന്ന നല്ല വെളുത്ത് തുടുത്ത് മണവാട്ടി എന്ന് പറയുമ്പോൾ അവർ സങ്കല്പമാണ് എല്ലാവർക്കും. അപ്പം ടീച്ചർ പറഞ്ഞു, ടീച്ചർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ഒരു ഇതിന് മത്സരത്തിന് പോണ സമയത്ത് അതൊക്കെ ആയിരിക്കും ആദ്യം നോക്കുക. ജഡ്ജിങ് ചെയ്യുമ്പോൾ ജഡ്ജിമാരിലേക്ക് നോക്കുമല്ലോ അല്ലേ. ഒരു കാര്യം എന്താ, ഈ ഇന്റർവ്യൂ പടം കണ്ടു കഴിഞ്ഞിട്ട് കാണും, ഇതെല്ലാം സ്പോയിലേഴ്സ് ആണ്. ഈ സിനിമയിലെ കംപ്ലീറ്റ് സീക്വൻസസ് ആണ് ഇപ്പൊ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടേക്ക്. അല്ല പക്ഷേ വാർത്തകൾ ഇത് പുറത്തു വന്നു, ഒപ്പം ഇന്ന് മാറ്റിയെടുത്ത വാർത്തകളൊക്കെ പുറത്തു വന്നു. അല്ല ഞാൻ പറയാം, ജോക്സ് അപ്പ ഞാൻ പറയാണ്. പക്ഷെ പ്രേക്ഷകർ ഒരു സിനിമ കാണുമ്പം അവർ ഓരോ മൂവ്മെന്റും സർപ്രൈസിങ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ സ്പോയിലേഴ്സ് ആണ്. പക്ഷെ ഇവിടെയുള്ള ഒരു വലിയ ഒരു സ്പെഷ്യാലിറ്റി ഈ പടത്തിനെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച ആ വ്യക്തിയാണ് ഇതിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ. സോ ദാറ്റ് ഇസ് ഒരു റെയർ സ്പെഷ്യാലിറ്റി ആസ് ഫാർ ആസ് ദ ഫിലിം ഇസ് കൺസേൺ. സോ അപ്പം അവരത് പറയുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാട്ട് വുഡ് ഹാവ് ഗോൺ ത്രൂ. ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സ്ക്രീൻ പ്ലേ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സീക്വൻസസ് എല്ലാം. സോ അതിനെല്ലാം അതിൻ്റെതായ ഒരു ഒരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതല്ല, ബിക്കോസ് ദിസ് ഇസ് ഹാപ്പൻഡ് ഇൻ ദർ ലൈഫ്. സോ അത് ശരിക്കും നമുക്ക് ഭയങ്കര ഹൃദയസ്പർശമായിട്ട് തന്നെ തോന്നും ആ സമയത്ത്. ഈ ഉമ്മായും വാപ്പായും എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയല്ലേ. ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ കൂടെ വന്നോട്ടെ എന്നുള്ള ലെവൽ വരെ എത്തി. അച്ഛനും ഉപ്പച്ചും സാധാരണ ഒരു പുതിയ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോഴേ കുറെ സമയം എടുക്കും, ചിലപ്പോൾ കുറെ ടേക്സ് പോകും. അങ്ങനെ സാധാരണ ഇവിടെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത മാതിരി പറഞ്ഞ ദിവസത്തിന് മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും. നമ്മളെയൊക്കെ ചേട്ടന്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഓരോ സീൻസും കുരുവി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആണ്. എത്തിക്കൊണ്ട് പോക്കി പറയല്ല, ബോൺ പെർഫോമർ. ആൻഡ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വി എക്സ്പീരിയൻസ് ഇറ്റ് ആസ് ആക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ ഒരു റിയാക്ട് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ റിയാക്ഷൻ കംസ്. അതൊരു ബോൺ ആർട്ടിസ്റ്റിന് വരും തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഈ വളരെ ടെൻഡറാണ്, ഷീസ് എ ലിറ്റിൽ ഗേൾ. അവൾക്ക് അങ്ങനത്തെ ഒരു മെന്റൽ മെച്യൂരിറ്റി വന്നത് കൊണ്ടാണ് എന്ത് തന്നെ ആയാലും ആക്ടിങ് ഇസ് ആൻ ആർട്ട്. അതൊരു കലയാണ്. അവരുടെ ഉള്ളിൽ അത് ആ ഒരു ഈശ്വരാനുഗ്രഹം ജന്മസിദ്ധമായിട്ടുള്ളത് കൊണ്ടാണ് അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതെ അതെ തീർച്ചയാണ്. ഇത് എക്സാജറേഷൻ അല്ല കേട്ടോ, ബിക്കോസ് പേജസ് ഓഫ് ഡയലോഗ്സ്. ഇപ്പം ലാലുവിന്റെ കൂടെയുള്ള ഒരു സീനില് ഇവള് തിരിച്ച് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അന്ന് മുക്ത പറയണ്ടായിരുന്നു, ലൈക്ക് ക്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഭയങ്കര സൈലന്റ് ആയിട്ട് അത് കഴിഞ്ഞപ്പോ അത്രയും എല്ലാവരും നമ്മുടെ ക്രൂ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുരുവിനെ കുറിച്ച്. അപ്പൊ അത്രയും പറയണമെന്നുണ്ടെങ്കിൽ അതും ഒരു പുതിയ ആർട്ടിസ്റ്റിനെ കുറിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ കൊച്ച് എഫേർട്ട്ലെസ്. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും, ഇപ്പൊ ഞാനും ഒരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, നമ്മളിലേക്ക് തീർച്ചയായിട്ടും അത് എത്തും. ആ ഒരു മാജിക് ഇൻ ഹർ പെർഫോമൻസ്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞത് നമ്മൾ അടുത്ത് ഈ ഉപ്പായും ഉമ്മായിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഉപ്പായി ഇടയ്ക്കൊന്ന് കയറിയല്ലോ മോളെ കുറിച്ച് പറയാൻ വേണ്ടില്ല. ഈ ഉപ്പായി, നമ്മുടെ ഒറിജിനൽ ഉപ്പായും ഈ ഉപ്പായിട്ടുള്ള സിനിമയിൽ വന്നപ്പോൾ അഭിനയ ജീവിതത്തിലോ എങ്ങനെയായിരുന്നു? എനിക്ക് ഉപ്പച്ചി എങ്ങനെയാണോ ഉണ്ടായ സെറ്റില് ഉപ്പച്ചി ഉമ്മച്ചി എനിക്ക് എങ്ങനെയാണോ അതേപോലെയാണ് ഇവർ എനിക്ക് ഉണ്ടായേ. അതുകൊണ്ട് ഫുള്ള് കംഫേർട്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി.
കറക്റ്റ് ഉമ്മച്ചി അഭിനയിക്കുമ്പോ തന്നെ ഉമ്മച്ചി എങ്ങനെയാണോ ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്, അതിലേക്ക് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അതേ ഫീൽ ഉണ്ടായേ. പല സീന് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഞങ്ങളുടെ ഫാമിലീസ് ഒക്കെ കാണാൻ വരുമല്ലോ. അപ്പൊ അവന് പറയും നീ അവിടെ അടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് മൊത്തം. അത് മറ്റേ നമ്മള് തലശ്ശേരിയില അവിടെ നടക്കുന്നുണ്ടല്ലോ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കണ്ടില്ല. എന്തൊക്കെ പറയുന്നു, ഓ നിന്നെ തന്നെ കാണുന്നത് കാണും. എനിക്കത് പറയായിരുന്നു. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് അടി ഉണ്ടാക്കുന്നത്, ഒച്ച എടുക്കുന്നതൊക്കെയാണ്. ശരിക്കും റിയാക്ട് ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തു പോലും നമ്മുടെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ അല്ലേ. അതേ പറഞ്ഞേ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുമാണ്, ഒരു വൈഫുമാണ്. കാരണം അത്രയും കുറേ സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടന് അത്രയും സപ്പോർട്ടായിട്ട് നിന്ന ഒരു വൈഫാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ മോളെ അത്രയും കോൺഫിഡൻസ് കൊടുത്ത് മോളുടെ കൂടെ ഇന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അല്ല, അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എഴുതാൻ കഴിയില്ലല്ലോ. എഴുതാനാണല്ലോ കഥയുണ്ടെങ്കിലല്ലേ സിനിമയുള്ളൂ. അത് എഴുതിയില്ലേ? ഞാനും ബ്രദറുണ്ട് ബിസ്മിത്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതിയത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെറുതിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സെയിം കാര്യം, ഞാൻ ഒരുപാട്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ഇവളെ പ്രസവിച്ച സമയത്ത് എനിക്കറിയാം, കാരണം മോൻ നല്ല ഫെയറാ, ഇവള് നിറം കുറഞ്ഞിട്ടും അപ്പം തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് വിധി എഴുതി. കാരണം ഷുവറാ, നമ്മളെ സൊസൈറ്റി അല്ലേ. ഞാൻ ഇക്കേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്ക ഇത് ഇനി ഇവള് ഇവിടുന്ന് കേൾക്കാൻ പോകുന്നത് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങള്. കാരണം നമ്മൾ കുട്ടീനെ കാണാൻ ഒരാൾ വരുമ്പോൾ പോലും പറയാൻ പോകുന്നത് എന്താ നമുക്കറിയാലോ. അപ്പൊ ആ ഒരു ഇത് അതുപോലെ തന്നെ ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വന്നു. അപ്പൊ ഞാനിങ്ങനെ ബ്രദറിനോട് ഞാൻ പറയുമായിരുന്നു, നമുക്കിത് എങ്ങനെയെങ്കിലും, കാരണം പാരൻസ് എനിക്ക് മെയിനായിട്ട് മറ്റുള്ളവരെയല്ല, പാരൻസിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പാരൻസാണ് എപ്പോഴും മക്കളെ കൂടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നിൽക്കേണ്ടത്. പല പേരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പാരൻസ് തന്നെ മക്കളോട് അത് തേക്ക് ഇത് തേക്കും ഒന്ന് വെളുക്കട്ടെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ എന്ന് വരെ പറയുന്നത്. അപ്പം പാരൻസിനാണ് മെയിൻ ആദ്യം നമ്മളത് കൊടുക്കേണ്ടത്, പാരൻസാണ് മക്കളെ കൂടെ നിൽക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാനും ബ്രദറും ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചൊരു ഷോർട്ട് ഫിലിം ആക്കാം നമുക്കിത് എന്ന്. പക്ഷെ ഞങ്ങൾ ഇത് എഴുതി വന്നപ്പോൾ ജോഷി ജോൺ നമ്മുടെ സംവിധായകൻ, അപ്പം ആളിത് ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ജാസി ഇത് നമുക്ക് അതിനുള്ളതല്ല, ഇത് നല്ലൊരു സിനിമ ആക്കാനുള്ളത് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളെടുത്ത് അതിനെക്കുറിച്ചൊരു സിനിമ എന്നുള്ളതിനൊക്കെ ഞങ്ങൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇത് ആരോട് പറയുമ്പോഴും, ഇപ്പം നമ്മൾ ലാൽജോ സാറിനോടാണെങ്കിലും വിപിൻ മോഹൻ സാറിനോട് ആരോട് പറയുമ്പോഴും എല്ലാവർക്കും അത് അത്രത്തോളം ഭയങ്കരമായൊരു സംഭവം ഇതിലുണ്ട്, ഇത് നമുക്ക് സിനിമയാക്കണം എന്നുള്ള അവർ ധൈര്യം ഞങ്ങൾക്ക് തന്നത് അവരൊക്കെയാണ്. തീർച്ചയായിട്ടും ഇത് സിനിമയാകുന്നുവെന്ന് പപ്പായുമായൊക്കെ വീട്ടിൽ സംസാരിക്കുന്നു. അപ്പൊ മോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ആദ്യം പറ്റൂല എന്നാ പറഞ്ഞേ, എന്നെക്കൊണ്ട് പറ്റൂല എന്നാ പറഞ്ഞ ആദ്യം. കാരണം ഇത് ചെയ്തിട്ട് വീണ്ടും കളിയാക്കൽ വരും എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവരുടെ മോട്ടിവേഷൻ കാരണം ഞാൻ അതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ടോട്ടലി മാറിയത്. ആദ്യം വേണ്ടെന്ന് തന്നെ പറഞ്ഞു. വേണ്ടെന്ന് വെച്ചാൽ ഇനി ചിലപ്പോ കളിയാക്കൽ വന്നാലോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോന്ന്. അല്ല, മോള് തന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വേണ്ടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോളിലെ കഥ സിനിമയാകുമ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു? അല്ല, സിനിമ ആക്കണം, കാരണം സിനിമയാകണം, സിനിമ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. ഈ സ്കൂളിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണ്? ഇപ്പൊ ഉള്ളതാണോ? ഇപ്പൊ ഉള്ളത് സന എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. നേരത്തെ ഈ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇപ്പോഴാണ് സനയാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്. സനയോട് ഈ കഥകളൊക്കെ പറഞ്ഞില്ലേ? ഓ, അവക്കറിയാം എല്ലാ കാര്യങ്ങളും, എന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉള്ളത് അവള് തന്നെ. അവർക്ക് എല്ലാ കാര്യവും. കൊച്ചി വന്നതിന് ശേഷമുള്ള ആണോ? എറണാകുളം വന്നിട്ട് ആദ്യമായിട്ട് എനിക്കുള്ള. അവിടെ നിലമ്പൂരിലൊന്നും ഫ്രണ്ട്സ് ഇല്ല? ഉണ്ടായത് ഇതിനു വേണ്ടി കളിയാക്കാൻ ഫ്രണ്ട്സ് ഉള്ളൂ അല്ലേ? കളിയാക്കാൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ കളിയാക്കാൻ. അവരെ കൊണ്ട് കൈയടിപ്പിക്കണം നമുക്ക്. ഇപ്പൊ തന്നെ അടിക്കല് തുടങ്ങിയല്ലേ? സെൽഫി എടുക്കാൻ ക്യൂ നിൽക്കട്ടെ. ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞവരൊക്കെ ഇങ്ങോട്ട് വരാ എന്റെ അടുത്തോട്ട്. സെൽഫി എടുക്കാൻ പറ്റേ? അപ്പൊ നമുക്ക് നോക്കാം. സെൽഫി ഒക്കെ എടുത്തു കൊടുത്തോണം കേട്ടോ. അവര് കൊണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേ, ഇത് എന്റെ ഗുരുവിയാന്നും പറഞ്ഞു അല്ലേ? വാശിയുണ്ടെങ്കിൽ എന്തിനും മുന്നോട്ടുണ്ട് മോളെ. എന്തെങ്കിലും ജീവിതം വേണ്ട, അവസാനിപ്പിച്ചേക്കാം എന്നൊരു തോട്ടുണ്ടായോ മനസ്സിൽ? ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്.
അതൊക്കെ നമ്മൾ സിനിമയിൽ സിനിമയിൽ അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ഈ സിനിമ എഴുതിട്ട് മതിയായിരുന്നു, ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. ആളുകളെ കുറച്ച് അല്ലെങ്കിൽ പറയിപ്പിക്കണമെന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. സിനിമ കണ്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഇരിക്കേണ്ടത് അതായിരിക്കും നല്ലത്. അല്ലേ? നമ്മൾ ഓരോന്നും ചോദിക്കുന്നത് നമ്മളൊരു ഒരാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അത് സിനിമയിലുണ്ട്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഞാൻ പിന്നെ ഒന്ന് വേറെ ഏതെങ്കിലും വഴിക്ക് ഏത് റൂട്ടിൽ പോയാലും അവിടെ എത്തുവാണ്. ഇനിയിപ്പോ സനയൊന്നും കൂട്ടുകാരുണ്ട്, അതും സിനിമയിലുണ്ട്. ഇനി സനയെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് കൂടുതൽ പറയണ്ട. സിനിമയിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് ശരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെയാ സിനിമ. അത് ശരിക്കും അഭിനയിക്കില്ല, ജീവിക്കന്നെ ചെയ്തിട്ടുണ്ട് നമ്മളെ വിനീതേട്ടനും മുക്തയും. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. അത് ഓരോ സീന് കാണുമ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ പുറകിലിരുന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകല. കാരണം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് അവർ ക്യാമറക്ക് മുന്നിൽ നിന്ന് ചെയ്യുന്നത്. അത്രയും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ്, മണിക്കുട്ടൻ, കൈലാഷ്, ഹ്യൂജ്, സന്തോഷ് കിച്ചു ടെല്ലിസ്, രാജേഷ് ശർമ്മ, എല്ലാത്തിനും ഒരു വലിയ സിനിമയാണ് സുധി. നമ്മുടെ സുധി ഇമ്പോർട്ടന്റ് റോളാണ് ഇതിൽ ചെയ്തത്. അങ്ങനെ ഒരു ലാൽ ജോസിന്റെ ഒരു ഗൈഡൻസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഈശ്വരാനുഗ്രഹം പോലെ ഇവരെല്ലാം വന്ന് എല്ലാം അപാര കഴിവുള്ള ആർട്ടിസ്റ്റ് അല്ല എല്ലാവരും. ചെറിയ ചെറിയ റോളാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ട് അവർ. അതുപോലെ ശ്രീനാഥ് ചേട്ടന്റെ നെവ്യൂ ഒരു ആർട്ടിസ്റ്റ്, അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ പോർഷൻസ് ആണ്, പക്ഷെ വെരി ഒറിജിനൽ ക്യാരക്ടേഴ്സ്. ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? നിലമ്പൂര്, എറണാകുളം. പൂർണ്ണമായിട്ടുള്ള ലൊക്കേഷൻ അവിടെയായിരുന്നു അല്ലേ? അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടന്റ്, ഹൃദയസ്പർശിയായ ഒരു കണ്ടന്റ് ഉണ്ടായാൽ തന്നെ ഒരു 85% ജോബ് സോൾ. പിന്നെ അതിൻ്റെ കൂടെ മ്യൂസിക്, പിന്നെ ബ്രില്യൻ സിനിമാറ്റോഗ്രാഫി, ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ട് ഇതിൽ. ഈ മോളുടെ ഈ ഒരു കഷ്ടപ്പാടുകളോട് ഒത്ത് ഈ ജംഷീർ അനുഭവിക്കുന്ന കുറേ കഷ്ടങ്ങളുണ്ട്. അതായത് ഇവനെ വളരെ അടുത്ത് വിശ്വസിച്ച ചില സുഹൃത്തുക്കളൊക്കെ വല്ലാതെ വഞ്ചിച്ച് അവർ ഭയങ്കര ഫിനാൻഷ്യൽ ബാധ്യതയിലാവുന്ന ഒരു ട്രാക്ക് വേറെ ഉണ്ട് ഇതിൽ. സോ അങ്ങനെ ഒരുപാട് ലേയേഴ്സ് വന്നിട്ടാണ് ഈ പടം തോന്നുന്നത്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഓർ ഇറ്റ് ഈസ് ഒരു ഹോൾസം, നമുക്ക് എല്ലാത്തിനോടും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെന്റ്സ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള വളരെ നിഷ്കളങ്കരായ കുറേ ഗ്രാമീണ കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഇത്. അത് ആസ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്കും എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇങ്ങനത്തെ റോൾസ് വരുമ്പം നമുക്ക് എത്രത്തോളം അതിൽ എക്സ്പ്ലോർ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡയറക്ടർ വളരെ കൺവിക്ഷനുള്ള ജോഷിയൊക്കെ, അതായത് ക്ലിയർ കട്ടായിട്ട് അദ്ദേഹത്തിന് അറിയായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ. അപ്പം നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചാലും ഹി വിൽ ക്ലാരിഫൈ വാട്ട് ഹി വോണ്ട്സ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഭാഷയുടെ കാര്യം പറഞ്ഞ പോലെ ജോഷി വളരെ പോസിറ്റീവായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു ബഷീർ ഭായ് തലശ്ശേരിക്കാരനാണ്, സോ ലെറ്റ്സ് യൂസ് തലശ്ശേരി ഭാഷ. ഞാൻ ഐ എം കോൺഫിഡൻറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് വിളയാടാം, ലൈക്ക് നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരാറില്ല. അപ്പൊ ജോഷി ഗ്രീൻ സിഗ്നൽ, ജോഷി പറഞ്ഞു സൂപ്പർ വിൽ. ഞാനത് കാണിച്ചു കൊടുത്തു. അത് ഇവൻ ചില ഡയലോഗ്സ് ഒക്കെ ഇത് മോസ്റ്റ്ലി മലപ്പുറം സ്ലാങ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ഇവരാണ് എഴുതിയത്. അത് ഞാൻ തലശ്ശേരിഫൈ ചെയ്യും ആ വാക്കുകളും. അതും ഇവരുടെ ഭാഷയിലാണ്. ഇവരുടെ ആ നിഷ്കളങ്കവും ഒരുപാട് സ്നേഹമുള്ള സ്ലാങ് ആയത് ഈ നോർത്ത് മലബാർ മുസ്ലിം സ്ലാങ്. അത് പ്രത്യേകതരം ഒരു ഭാഷയാണ്. അതും അതിൽ വളരെ സാധാരണക്കാരായ, ഇപ്പം അവർ ഔട്ട് ബേസ്റ്റ് നടക്കുമ്പോൾ അവർ യൂസ് ചെയ്തിട്ട് പറയുന്ന വാക്കുകൾ. സോ ആ രീതിയിൽ ഇതിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഐ എൻജോയ്ഡ് ഇറ്റ്. അതാണ് അൾട്ടിമേറ്റ്ലി അതാണ് മുക്ത. ഇനി സിനിമയിലേക്കെന്നുള്ള നിലയിലേക്കുള്ള യാത്ര തുടരുകയല്ല. ഞാൻ എന്നും സിനിമയിലേക്ക് അല്ല, വിട്ട് നിന്നുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ ഇല്ല ചേട്ടാ, വിട്ട് അങ്ങനെ വേണ്ട എന്ന് വെച്ചതുമല്ല. അയ്യോ ഒരിക്കലും അല്ല. സിനിമ എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് അതാ, അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ കറക്റ്റ് സമയത്ത് അതെല്ലാം ഒത്തു വന്നു. തീർച്ചയായിട്ടും ഞാനിങ്ങനെ എന്താ പറയുക, ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നതാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു വന്ന ഒരാളാണ് സിനിമയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹം. നീ ഇതൊരു തുടക്കം ആവട്ടെ എന്നാണ്. അല്ല, തിരിച്ച് റീഓപ്പൺ ചെയ്യുന്ന ഒരു നല്ല സിനിമയായി അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഒരു സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് ലാൽ സാറ് ഉണ്ട്, ലാൽ സാറ് എൻ്റെ ഗുരുവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും ഒരു
ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഇദ്ദേഹത്തിനെ പോലെയുള്ള വിനീതേട്ടനെ പോലെ നിങ്ങൾ ഞങ്ങള് നേരത്തെ സുഖമായി റസാക്കയുടെ അതിനൊക്കെ എത്ര കാലത്തിന് ശേഷമല്ല പിന്നെ ഒന്നിക്കുന്നത്. ഈ സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ലാൽ ജോസ് സാറ് ഇതൊക്കെ ഒരു അല്ലേ? അതെ, അത് മാത്രല്ല നമ്മൾക്ക് വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് നമ്മുടെ സ്റ്റാർ കൺമണി ഇസ് മൈ സ്റ്റുഡന്റ്. എന്റെ ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാം കൊണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ എല്ലാം ഒരുമിച്ച് വന്നു. നല്ലൊരു പടമായിരിക്കും. മാർച്ച് 1 വരുവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഇവരുടെ ഒരു കുഞ്ഞൊരു ജീവിതം പറയുന്ന ഒരു നല്ല. അതെ, ആക്ച്വലി ഇങ്ങനത്തെ പടങ്ങള് ജനങ്ങള് അക്സെപ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണം. ബിക്കോസ് അത് ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഇത്തരം ഇതേപോലെയുള്ള എത്ര ആൾക്കാരിനും വരും മനസ്സിൽ പല പല ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ഒരു പടം ക്ലിക്ക് ചെയ്താൽ ഇറ്റ്സ് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യാണ് നിങ്ങൾ ഒരു അനദർ ഏരിയ ഫോർ പീപ്പിൾ ടു എക്സ്പ്ലോർ. ബിക്കോസ് അത്ര അധികം ഇപ്പം ഈ മോളെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞില്ല, അവളുടെ ടാലന്റ് ഡാൻസിങ്ങിലായാലും ഈ പടത്തിൽ ഗംഭീരമായിട്ടുള്ള പല ആക്ട്സും മോള് ചെയ്തിട്ടുണ്ട്. സോ അതുപോലുള്ള ആർട്ടിസ്റ്റിന്, പുതിയ വരുന്ന ആർട്ടിസ്റ്റിനൊക്കെ ഇതൊരു ഭയങ്കര ഐ ഓപ്പണർ ആയിരിക്കും. ഇത്തരം പടങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും. തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്. തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. സമയം കുറവുണ്ടല്ലോ. നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് എന്തായാലും ഇരിക്കണം. അത് ഇപ്പോഴും ഉറപ്പ് തന്നിട്ട് വേണം. സിനിമയിൽ കുറേ ചോദിക്കാനുണ്ട്. നമ്മളെ എതിർത്തവരോടൊക്കെ മുന്നിലേക്ക് ഒരു വെല്ലുവിളി എനിക്ക് നടത്താനുണ്ട്. അതിനെ ഞാൻ തയ്യാറായിട്ടിരിക്കുന്നത്. ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത്, ഇപ്പം സിനിമയാകുന്നു അല്ലേ, മോൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും നിമിഷത്തിൽ ഉപ്പയും ഉമ്മയും ഈ സിനിമ ആക്കാൻ പോകുമ്പോൾ ഉപ്പയും ഉമ്മയുടെ ജീവിതങ്ങൾ പിന്നീടും നമ്മളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അല്ലേ, ഓർത്തഡോക്സ് ഫാമിലി, ഇനി ഈ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ രീതിക്ക് എതിര്, ഓർത്തഡോക്സ് ഫാമിലി ആകും മറ്റ് വലിയ മതസംഘടനയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു എതിരുണ്ടാവുന്ന ഒരു ഭയപ്പെട്ടിരുന്നു മോൾ? അതിവരതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇനിയും ഇതേപോലെ കളിയാക്കൽ ഏത് വഴിയാണെങ്കിലും, ഇപ്പോൾ മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ ഏത് വഴിയാണെങ്കിലും ഇതേപോലെ കളിയാക്കൽ വരും, അത് മൈൻഡാക്കാനേ നിൽക്കണ്ട, നീ നിനക്കിതിന് ചെയ്യണമെന്ന് ആഗ്രഹവും ഇത് കഴിവുണ്ടെങ്കിൽ നീ അത് ചെയ്യാ, അത് ആ വഴിയിൽ അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് നീങ്ങും. അതെ, ഇനി എത്രേ ഉള്ളൂ, ഇനിയൊന്നും ഏൽക്കൂല. നമ്മുടെ ഒരു ജീവിതം ഇപ്പം മുക്തച്ചേച്ചി ഇപ്പൊ 2ാമത് സിനിമ ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന് വേറെ ജീവിതത്തിലേക്ക് വരുവാണ്. ആ രീതിക്ക് കണക്കൂട്ടുക അല്ലേ, ആ രീതിക്ക് കണക്കൂട്ടുക. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മൾ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും മാറ്റി നിർത്തപ്പെട്ട ഒത്തിരി കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം തിരിച്ച് വലിയ താരങ്ങളായി മാറിയിട്ടുണ്ട് അല്ലേ, കാരണം അല്ലേ, വലിയ താരങ്ങളായി. ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് കലാഭവൻ മണി. പറയാതിരിക്കാമല്ലോ, മണിയുടെ കൂടെ അഭിനയിക്കാൻ നായികമാരും കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നോട് വിനയൻ സാറ് പറഞ്ഞിട്ടുണ്ട്, മണിയുടെ കൂടെ അഭിനയിക്കാൻ നായികമാരില്ല. അപ്പോൾ ആ കാലമൊക്കെ മാറി ഇപ്പം. അല്ല, അത് കുറേയൊക്കെ ഇപ്പൊ ഹോളിവുഡിലെല്ലാം സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമേഴ്സ് അങ്ങനത്തെ അമേരിക്കൻസ് ഉണ്ടായിട്ടുണ്ട്. ഗോൺ ത്രൂ ഇങ്ങനത്തെ ഹാർഡ്ഷിപ്പിൽ കൂടെ പോയ ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദേ ബിക്കെയിം ലെജൻഡ്സ്. സോ അതാണ് ആ കലയുടെ പവറാണ് നിഷ്പ്രഭമായി പോകും. തീർച്ചയായിട്ടും. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു കുടുംബത്തിന്റെ കഥയാണ്. അതിൽ അയാൾ തന്നെ അഭിനയിക്കുന്നു, ജീവിക്കുന്നു എന്നാണ് ഈ കഥ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിറം. കുട്ടികൾക്ക് പല കളറുണ്ടാകും, വെളുത്തതുണ്ടാകും, കറുത്തതുണ്ടാകും, ഇരുനിറമുണ്ടാകും. നമ്മൾ മുറുക്കുമ്പോൾ പച്ച വേലയും വെള്ള ചുണ്ണാമ്പും കറുത്ത പുകയിലായിട്ടാണ്, തുപ്പുമ്പോൾ ചുവപ്പ് തന്നെയാണ് വരുന്നത്. അത് ഓർക്കുക ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. അടിച്ചു പൊളിക്കാം സിനിമ. ഇതിൻ്റെ 25-ാം ദിവസം 50-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു.